ഹലോ, നമസ്കാരം. എൻ്റെ വണ്ടിയിലില്ലേ എൻജിൻ ലൈറ്റ്, ഇതിപ്പോൾ ഒരു അഞ്ച് വർഷമായില്ല എടുത്തിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു എൻജിൻ ലൈറ്റ് ഉണ്ട്, കാണുന്നുണ്ടോ? യാ. അപ്പോൾ നമ്മൾ കോഡൊക്കെ റീഡ് ചെയ്തപ്പോൾ പറയുന്ന എൻജിൻ പേർജ് വാൾവ് ഫെയിലിയർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പാർട്ട് ഓർഡർ ചെയ്തു. ഇതാണ് പാട്ട്, കവറാണ്, ഇതാണ് സാധനം. എന്നിട്ട് ടൂൾസൊക്കെ സെറ്റാക്കി ബാക്കി പണി തുടങ്ങാം. ഞാൻ കാണിച്ചു തരാം. ഇനീഷ്യൽ സ്റ്റെപ്പ് ഇത് നമുക്ക് അഴിക്കണം. ഇത് അഴിക്കണമെങ്കിൽ ഞാൻ ഇത് അഴിക്കട്ടെ. ടൂളുണ്ട്, ഞാൻ ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചായിരുന്നു, പിന്നെയാണ് വീഡിയോ എടുക്കണമെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, ഈ എൻജിൻ കവർ അഴിക്കണമെങ്കിൽ നമുക്കൊരു 10 mm സ്ക്രൂ, ഇത് നട്ടുണ്ട് എവിടെയും, പിന്നെ 8 എവിടെയും. ഓക്കെ, ആ സാധനം മാത്രം മതി, ഇതിങ്ങനെ അഴിഞ്ഞ് കിട്ടും. അത് എൻജിൻ്റെ ക്യാപ്പ് ഞാൻ അഴിച്ചു, ഇതിവിടുന്ന് ഊരിക്കളഞ്ഞു. നൗ വി നീഡ് ടു ചേഞ്ച് ദിസ് വൺ. കണ്ടോ, ഇതിവിടുന്ന് അഴിക്കണം, ഇതിവിടുന്ന് അഴിച്ചു, ഇനി ഇത് ചേഞ്ച് ചെയ്യണം. ഓക്കെ, വൺസ് അഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇല്ലേ, ഞാൻ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. വെരി സിമ്പിളാണ്. ഇതാണ് പുതിയ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിവിടുന്ന് ഒരു സ്റ്റിക്കർ കണ്ടോ, ആ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് വലിച്ചാൽ ഇത് ഊരി വരും. ഇതിങ്ങോട്ട് ഇട്ടാൽ ടൈറ്റായി. പിന്നെ ഇവിടുന്ന് ഇത് അഴിക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഇത് അഴിഞ്ഞ് കിട്ടും. പ്ലസ് ഇവിടെ ഒരു 10 ഇതുണ്ട്, അതും കൂടി അഴിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നു. വെരി സിമ്പിളാണ്. ഈ പാർട്ടിന് $150 ഉണ്ട്, പാർട്ടിന് $150 ഉണ്ട്. നമ്മൾ നോർമലി ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പെർ അവർ 80-90 ഒക്കെ അല്ലേ വാങ്ങിക്കുക. അതിനേക്കാളും ചീപ്പാണ്, വണ്ടി വഴിക്കായില്ലെങ്കിൽ കേട്ടോ. ശരി, ഇതെങ്ങനെ ഇടുക? ഇതിങ്ങനെയാണ് ഇത് പോവുക. അഴിക്കാൻ അത്ര പാടുണ്ടായിരുന്നില്ല കേട്ടോ, എന്തെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ. Done guys, done. ഇത് തിരിച്ചു വെച്ചു. ഇനി ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലേ. ഇത് ടൈറ്റ് ചെയ്ത് എൻജിൻ ലൈറ്റ് ക്ലിയർ ചെയ്തിട്ട് വേണം, കുറച്ച് ഓടിച്ചിട്ട് വേണം ഇത് ശരിയായോ എന്നറിയാൻ. ആക്ച്വലി ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പം വണ്ടി സ്റ്റാർട്ടാവില്ല, ലൈക്ക് ഇങ്ങനെ ഒരു മിസ്സിങ് ആണ്. ഞാൻ ആദ്യം വലിയ മൈൻഡ് ചെയ്തില്ല, പിന്നെ ഈ എൻജിൻ ലൈറ്റ് ഞാൻ പിന്നീടാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ. ഇത് മൈലേജിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. സംഭവം ശരിയായി. ഓ മൈ ഗോഡ്, ചക്കയിട്ട് മുയൽ അങ്ങനെയല്ലേ, അതുപോലെ ആയി തോന്നുന്നു. ഓക്കെ, ഞാനിപ്പം ഇവിടുന്ന് ഗ്യാസ് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. യെസ്, മുന്നേ ആണെങ്കിൽ ഇതിങ്ങനെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പോലെ ഉണ്ടാവും, ലൈക്ക് സ്റ്റാർട്ടാവില്ല. ഇപ്പോൾ ശരിയായി.